അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 20th 2024. എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് ആപ്പിളിൻ്റെ പുതുപുത്തൻ പ്രൊഡക്ട്സ് നമ്മൾക്ക് ലഭ്യമാകുന്നു. ആൻഡ് യു ബിക്കമിങ് ദ ഫസ്റ്റ് ക്ലയൻറ്റ് ടു വർക്ക് ഇൻ ആൻഡ് ബിൽഡ് ദ ഫസ്റ്റ് പ്രൊഡക്ട്സ്. എന്താണ് ആ എക്സൈറ്റ്മെൻ്റ് എന്ന് കണ്ട് അറിഞ്ഞുകൊള്ളുക. Where is my guy? My guy is over there. My guy is over here. Hi. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുവിലുള്ള ഇമാജിൻ സ്റ്റോഴ്സിലാണ്. ആപ്പിൾ 16 വന്നു കഴിഞ്ഞു. അപ്പോൾ അൻസ വുഡ് ബി ടേക്കിംഗ് അസ് ത്രൂ ദ അൺബോക്സിങ് ആൻഡ് ഷീ വിൽ ആക്ച്വലി ഹെൽപ്പ് അസ് വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മളിപ്പം മേടിച്ചിരിക്കുന്ന സാധനങ്ങൾ. ഹായ് ഗൈസ്, സോ സാർ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ 16 Pro ഗ്രാൻഡ് ന്യൂ 16 Pro ഡെസേർട്ട് ടൈറ്റാനിയം 1TB ആൻഡ് 1TB. യെസ് 1TB. സോ അപ്പോൾ നമുക്ക് സ്റ്റോറേജിന് ഒരേ ഒരു പ്രോബ്ലം വരുന്നില്ല, ബിക്കോസ് ഐ എം എ വ്ളോഗർ. സ്റ്റോറേജിന് മാക്സിമം പ്രശ്നങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ 1TB ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈസിലി ഐ ക്യാൻ സ്റ്റോർ ഇറ്റ്. യെസ്. സോ അതിനൊരു കോസ്റ്റ് അറൗണ്ട് 169,900 വരുന്നുണ്ട്. ആൻഡ് ഓൾസോ 169,900 ഇൻക്ലൂഡിംഗ് ആപ്പിൾ. യെസ്, ആൻഡ് ഇൻക്ലൂഡിംഗ് ആപ്പിൾ കെയർ പ്ലസ് ആണ് സാർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിന് അബൌട്ട് ഒരു 20,900 ആണ് അതിന് പ്രൈസ് വരുന്നത്. 2 years അൺലിമിറ്റഡ് കവറേജ് ആണ് സാറിന് അതിൽ കിട്ടുന്നത്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിന് എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും സാറിന് ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കേ, ഫൈൻ. ആൻഡ് ഓൾസോ ദി നെക്സ്റ്റ് അതുകൂടി കൂടി വരുമ്പോഴത്തേക്ക് എത്ര റേറ്റ് വരിക? പ്രൈസ് വന്നിട്ട് 1,90,900 വരും. 1,90,000 near to 2 lakhs. Yes, near to 2 lakhs ആണ് ഈ ഒരു ഡിവൈസിന് വേണ്ടിയിട്ട്. ഓപ്ഷണൽ ആണ്, either we can take it or not. Not, yes. Okay. Desert Titanium എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും ബ്രാൻഡ് ന്യൂ കളർ ആണ്. Yes. ഏകദേശം ഒരു റോസ് ഗോൾഡ് ടച്ച് ആണ് വരുന്നത് അതിന്. ഓക്കേ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് സാർ ആപ്പിൾ വാച്ച് സീരീസ് 10 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിമെമ്പർ ഗൈസ്, ഇറ്റ്സ് എ ഗിവ് അവേ. ആപ്പിൾ വാച്ച് പുതുപുത്തൻ സീരീസ് 10 നമ്മളുടെ ചാനൽ വ്യൂവേഴ്സിന് ഒരാൾക്ക് ഗിവ് അവേ ആണ്. അതിന്ന് കൊണ്ടേ കൊടുക്കുന്നതുമാണ്. കോൺടെസ്റ്റ് ഈസ് ഓവർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ആപ്പിൾ വാച്ച് അൾട്രാ 2. ആപ്പിൾ വാച്ച് അൾട്രാ 2. ഇത് അറൗണ്ട് കോസ്റ്റ് അറൗണ്ട് 89,900. ഇതാണ് രണ്ട് ഓറഞ്ച് വെച്ചിട്ട് നടുക്കൊരു കറുത്ത ആപ്പിൾ വെച്ചിരിക്കുന്ന സാധനം അല്ലേ? ഞാൻ കണ്ടതിൽ വേറെ ഒന്നുമല്ല, അൾട്രയിൽ മാറ്റം വന്നിരിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡിൽ രണ്ട് ഓറഞ്ച് കളറും കൊടുത്തിട്ടുണ്ട്, നടുക്ക് ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇതെല്ലാം മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഐഫോൺ മേടിക്കുമ്പോഴത്തേക്ക് പ്രീ ബുക്ക് ഓഫേഴ്സ് ആണ്. അത് എത്ര നാളും കൂടി ഉണ്ടാവും? നമുക്കിപ്പം 27th വരെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു 3,000 രൂപയുടെ എസിക്സിന്റെ ഒരു വൗച്ചർ ഉണ്ട്. ബോഷിന്റെ ഒരു 2,000 വൗച്ചർ ഉണ്ട്. പിന്നെ ഒരു സാധനം കൂടി നിങ്ങൾ തന്നിരുന്നു ഇതിന്റെ കൂടെ തന്നെ. നമുക്ക് ഇമാജിൻ സ്റ്റോഴ്സിന്റെ ഇമാജിൻ എന്ന് പറഞ്ഞിട്ട് സ്നാക്ക് ഷോപ്പ് സ്ക്രീൻ എന്നാണ് പറയുന്നത്. അത് വന്നിട്ട് സാറിന് മിൻട്ര സ്വിഗ്ഗി 750 റുപ്പീസിന്റെ വൗച്ചറും ആൻഡ് സാറിന് ഒരു 2 ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട്. ഏകദേശം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു 6,000 രൂപ 7,000 രൂപയുടെ അഡീഷണൽ ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫാസ്റ്റ് ചാർജേഴ്സ് ആണ്. ഇത് 30 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജേഴ്സ് ആണ്. ഇതിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ചാർജിങ് ടൈം വുഡ് ബി റെഡ്യൂസ് ടു ഹാഫ് ദ ടൈം അല്ലേ? നേരത്തെ വരുന്നത് 20 വാട്ടിന്റെ ആയിരുന്നു, ഇതിപ്പോ 30 വാട്ട്സ്. അത് ഇറ്റ്സ് ബീൻ അപ്ഗ്രേഡഡ് ഫോർ ഐഫോൺസ് ആൻഡ് വാച്ചസ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അപ്പം ഇതിന്റെ ഒരു കോംബോ ഓഫർ കൂടി പറഞ്ഞിരുന്നു സാധനം. ഞാൻ 8,999 ഒരു കോംബോ ഓഫർ ആണ് വരുന്നത്. അതൊരു ബണ്ടിൽ പോലെയാണ്. ഇതിൽ സാറിന് കേസ് കിട്ടും. 8,999 ആയിരുന്നു, 5,999 ആണ് പർച്ചേസ് ചെയ്തല്ലേ? ഓക്കെ, ലൈക്ക് 2 ഓഫേഴ്സ് ഉണ്ട്. സോ 5,999 സാറിന് ഇപ്പം ഒരു കേസ് കിട്ടും ആൻഡ് ഓൾസോ ദ അഡാപ്റ്റർ ആൻഡ് ഓൾസോ ഈ 3-in-1. ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുമോ? ഷുവർ. ജസ്റ്റ് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സിലാക്കി പിന്നെ വീട്ടിൽ കൊണ്ടുപോയി ചാർജിങ് സ്ലോട്ട് മാറി അത്യാവശ്യം ഒരു അടിപൊളി ലുക്കിലാണ്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അത് ഇതിലെ ഫോൺ സ്റ്റാൻഡ് ഇപ്പുറത്ത് വരുന്നത് അല്ലേ? ദിസ് ഈസ് ഫോൺ സ്റ്റാൻഡ് ആൻഡ് വാച്ചിൻ്റെത് അടിയിൽ ഇവിടെ വരും. കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എയർപോർട്സ് ഇവിടെ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ചസ് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോൺ സ്റ്റാൻഡായിട്ട് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ ഫാസ്റ്റ് ചാർജർ വിത്ത് 30 വാട്ട്സ് ചാർജിങ് കപ്പാസിറ്റി. അപ്പം ഇത് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ അങ്ങ് അടയ്ക്കുക അല്ലേ? ആ സാധനം ഊരിയിടുക. ബാക്കിൽ മാഗ്നറ്റ് ആണ്. യെസ്, ആപ്പിളുകാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
ഡു ദ ഓണർ ഓഫ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബിൽഡിംഗ് അല്ലേ ഇത്? അതെ. എൻ്റെ ഫസ്റ്റ് ബിൽഡിംഗ് അല്ലേ ഇത് അതെ. വന്നിരിക്കുന്നത്? ഓക്കെ, അപ്പം നമുക്ക് ഇന്ത്യയിൽ റിലീസായിരിക്കുന്ന ആപ്പിൾ ഐഫോൺ 16 Pro ഡെസേർട്ട് ടൈറ്റാനിയത്തിൻ്റെ കണ്ടില്ലേ കളറാണ്. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ആൻഡ് ദാറ്റ് ടു 1 TB ആണ് അതിൻ്റെ സ്റ്റോറേജ് മാക്സിമം കപ്പാസിറ്റി ഉള്ള. ആൻഡ് അൻസ വുഡ് ഡു ദ So we are going to നമ്മളെപ്പോഴും ഒരു unbox the... പ്രൊഫഷണൽസിനെ വിവരമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിടുന്നതാണ് നല്ലത്. Yes, sure. ഓക്കെ, So, yes. ഓക്കെ ഫൈൻ. So, കളർ കാണിക്കാൻ പോവാണ്. യെസ്, വൗ, ഒരു റോസ് ഗോൾഡ് കളർ അല്ല. എപ്പോഴും ഒരു എന്താ പറയുക കളറിലും അങ്ങനെയുള്ള കാര്യത്തിൽ. പിന്നെ ഞാൻ ഇതെടുത്തതിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ. റീസൺ ബിക്കോസ് 13 Pro തൊട്ട് ഞാൻ എല്ലാ പ്രോ സീരീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അൾട്രാ വൈഡ് ആംഗിളിൽ എനിക്ക് തോന്നുന്നു 12 MP നിന്ന് 48 MP എത്തിയിട്ടുണ്ട്. സോ ഫോർ എ വ്ളോഗർ ഇറ്റ് ആക്ച്വലി മേക്സ് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. ഇതിൻ്റെ കൂടെ ബാക്കി വരുന്നത് കേബിൾ ആണ്. പിന്നെ സിം ഇജക്ടറും വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇതിൻ്റെ ഇപ്പുറത്തൊന്നും ഫ്രീ ആയിട്ട് തരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, കാര്യമാണ്. ഓക്കെ, യെസ്, ഞാൻ ഓപ്പൺ ഇറ്റ് അപ്പ്. ഓക്കെ, അതിൻ്റെ കളേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് ഓക്കെ ഓപ്പൺ ആക്കി. ഓൺ ആക്കിയല്ലോ അല്ലേ? ഓണാക്കി. തിരിച്ചു. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു ഹലോ അല്ലേ വരാറ്? വരും പല ഭാഷയിൽ. അതെ. Getting on. യെസ്, ഹലോ ഫ്രണ്ട്സ് ഇല്ല. ഇതെന്തോന്ന് ഇത് ഭാഷ? അത് ഓരോരോ ഭാഷയിൽ വരുന്നതാണ്. ഓക്കെ, ഇതിൽ നല്ല തിരക്കാട്ടോ. ഇമാജിൻ സ്റ്റോഴ്സിലേക്ക് നേരെ വരിക. ആൻസനെയും കാണുക. നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫേഴ്സ് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്. ആൻഡ് ഇടയിൽ മാക്സിമം സപ്പോർട്ട് ദേ വിൽ ബി പ്രൊവൈഡിങ് യു. അപ്പോൾ ഇത് കുറേ നേരം ഇങ്ങനെ ഈ ഭാഷ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞു. ഇനിയിപ്പം ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് യു ക്യാൻ ഡു ദ സെറ്റിങ്സ്. So we are taking the English language. ഇംഗ്ലീഷ് എടുത്തു. And India. ഇനി ബാക്കിയുള്ള സെറ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. Yes. നമ്മുടെ ഐഫോൺ 16 Pro ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആൻസോ ക്യാൻ ജസ്റ്റ് ടെൽ us ദ ഫീച്ചേഴ്സ്. ഫസ്റ്റ് തന്നെ ക്യാമറയിലേക്ക് പോട്ടെ. അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു പുതിയൊരു ബട്ടൺ ആഡഡ് ആയിട്ടുണ്ട് അല്ലേ? അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ബട്ടൺ ആണ് വരുന്നത് ക്യാമറ കൺട്രോളിന്. ഓക്കെ ഫൈൻ. അതിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്യാമറ എടുക്കുക. ഓക്കെ. ആൻഡ് ഇപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പം ഓക്കെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ട് എന്തേലും വരെ വരുന്നുണ്ട് നമുക്ക്. Zoom is about നല്ല സൂം ഉണ്ട്. Yes, 25x വരെ സൂം ചെയ്യാനായിട്ട്. ഓക്കേ, ദാ അവിടെയുള്ള ഹോം പോഡ് ആണ് നമ്മളിപ്പം സൂം ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കേ ഫൈൻ. ആൻഡ് അതുപോലെ തന്നെ ബാക്കിലേക്കും ഇനി വീഡിയോയിലാവുമ്പോഴോ ചെയ്യാൻ പറ്റും. സെയിം ഫീച്ചർ ആണ്. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫങ്ഷൻസിലേക്ക് പോകല്ലേ? യെസ്. വീഡിയോയിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. 5x വരെ വീഡിയോസ് എടുക്കാനായിട്ട്. അതും സിനിമാറ്റിക് രീതിയിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിലും 3x വരെ സിനിമാറ്റിക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. ലൈക്ക് ഒരു സിനിമ എഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലിപ്പം വന്നിരിക്കുന്ന മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൈറ്റാനിയം കളർ ടൈറ്റാനിയം കളർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ക്യാമറയിൽ വൈഡ് ആംഗിളിൽ നേരത്തെ 12 MP ആയിരുന്നു, അതിപ്പോൾ 48 MP ആയി. സോ വൈഡ് ആംഗിളിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വീഡിയോ സൈസ് വുഡ് ബി ഹ്യൂജ് അല്ലേ? 48 MP വരുമ്പോൾ അപ്പോൾ 1 TB എങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ കിട്ടിയാൽ നല്ലതാണ്. അതെ. പിന്നെയുള്ളത് നമ്മളിപ്പം iOS 18 ആണ് സോഫ്റ്റ്വെയർ വരുന്നത്. സോ ദാറ്റ് വി ക്യാൻ ഇതിലിപ്പം എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിലിപ്പം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്തിടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ആൻഡ് ഓൾസോ സാറിന് ഇപ്പൊ ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിൽ പോയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പൊ ഇവൻ ഡാർക്ക് ആക്കാൻ പറ്റും. അത് വേറെ ആപ്പിൾ ഇന്റലിജൻസിന്റെ എന്ത് പറയുന്നു? ആപ്പിൾ ഇന്റലിജൻസ് വന്നിട്ടില്ല. നെക്സ്റ്റ് മന്തോട് കൂടി നമുക്ക് ആപ്പിൾ ഇന്റലിജൻസ് കൂടി വരും. ഓക്കെ. അപ്പം എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് അനസ്. പുള്ളിക്ക് കുറച്ച്
തിരക്കായതുകൊണ്ട് ബിക്കോസ് പുള്ളിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. അപ്പോൾ തിരക്കായതുകൊണ്ട് ആൻസേനെ ആക്കി ശരിയാണ്. ആൻഡ് ഷീ വാസ് വെരി മച്ച് ലൈക്ക് ഹാപ്പി ടു ഡു ഇറ്റ് ഫോർ യു. മനസ്സിലാവുന്നത്. അപ്പം ദിസ് ഇസ് എ സ്റ്റഫ്. അപ്പം നിങ്ങൾക്ക് വരിക, ഉടനെ തന്നെ ഇമാജിൻ സ്റ്റോഴ്സിൽ വരിക, ഒന്നെങ്കിൽ അൻസേനെയോ അല്ലെങ്കിൽ അനസിനെ കാണുക. ദേ വുഡ് ഹെൽപ്പ് യു ഔട്ട് വിത്ത് ലോട്ട് ഓഫ് ദീസ് തിങ്സ്. പിന്നെ നമുക്ക് 2 അൺബോക്സിംഗും കൂടിയും വരുന്നുണ്ട്. ഏറ്റവും പ്രാധാന്യം നമ്മുടെ S10 Ultra ആപ്പിൾ വാച്ച് സീരീസ് 10 ഗിവ് അവേ ആണ്. 50K ആണ് അതിൻ്റെ റേറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിങ്. ഇത് വേറെ ഒന്നിനും അല്ല കേട്ടോ, ജസ്റ്റ് ഫോർ ജാഡ.